ശ്രീകുമാർ, ഏതായാലും തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടത്തിന് കാത്തു നിൽക്കുകയാണ്. ഞാൻ രാവിലെ ശ്രീ കെ മുരളീധരനോട് ചോദിച്ചു, ഇനി ഏതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു ജയസാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ എൽ ഡി എഫും യു ഡി എഫും മാറ്റി വോട്ട് ചെയ്യുമോ എന്ന്. അത് എൽ ഡി എഫും യു ഡി എഫും അങ്ങനെ ഒരു ആഹ്വാനം നടത്തേണ്ട, ജനങ്ങൾ ചെയ്തോളും എന്നുള്ളതാണ്. അപ്പോൾ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് അങ്ങനെ ഒരു സ്ട്രാറ്റജി അറിഞ്ഞോ അറിയാതെയോ യു ഡി എഫിലും എൽ ഡി എഫിലും ഉണ്ടോ? ശ്രീ നികേഷ് കുമാർ, തൃശ്ശൂര് ഇന്ന് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാകാനുള്ള പ്രധാന കാരണം എന്താണ്? അവിടെ സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര താരം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു, വീണ്ടും മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതും പ്രധാനമന്ത്രി 2 തവണ വന്നു എന്നുള്ളതുമാണ്. അപ്പൊ ഇവര് ഒരു സിനിമാ താരം ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചാൽ അവിടെ പ്രാധാന്യം കാണുകയും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജനനേതാക്കളായി മാറിയവർ മത്സരിക്കുന്ന മറ്റ് 19 മണ്ഡലങ്ങളിലും വലിയ സാധ്യതകൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ തൃശ്ശൂരിന്റെ പ്രാധാന്യം ഏത് രീതിയിലേക്കാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഇവിടെ ശക്തമായ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ആ മത്സരത്തിലൊരു ത്രികോണ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അതിന്റെ കാരണം സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഞാൻ പറയാൻ കാരണം, മുമ്പ് ശക്തമായ മത്സരം എൽ ഡി എഫും യു ഡി എഫും ആണെന്ന് എൻ ശ്രീകുമാർ പറയുമ്പോഴേ ടി എൻ പ്രതാപന് ആ അഭിപ്രായം ഇല്ല. മത്സരം ബി ജെ പിയുമായാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ല, ടി എൻ പ്രതാപൻ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നു. ടി എൻ പ്രതാപൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് അദ്ദേഹം അത് ത്രികോണ മത്സരം ആയിരുന്നു. അതിപ്പോൾ എന്താ വെച്ചാൽ ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നും. കാരണം പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അവിടുത്തെ നമ്മൾ ഇത്രയും കാലം നമ്മൾ തൃശ്ശൂരിന്റെ വോട്ടിംഗ് സമ്പ്രദായമൊക്കെ കണക്കാക്കിയവരല്ലേ. തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എപ്പോഴാണ്? സുരേഷ് ഗോപി വന്നപ്പോഴാണ്. അതിനു മുമ്പ് എത്രയോ പേര് ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. 45,000 50,000 വോട്ടുകൾക്കൊന്നും കൂടുതൽ അങ്ങോട്ട് പോയിട്ടില്ല. സുരേഷ് ഗോപി ശ്രീകുമാർ, നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ, ഏതായാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അമിത്ഷായിലൂടെ നരേന്ദ്രമോദിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊന്നും കാത്തു നിൽക്കേണ്ടതില്ല. തൃശ്ശൂരേക്ക് ടി എൻ പ്രതാപൻ നേരത്തെ പ്രചരണം നടത്താൻ പോയിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമോ? ഇന്നിപ്പോൾ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവിടെ പ്രചരണം തുടങ്ങിയൊന്നും ശരിയായില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ താത്വികമായി അവിടെ പ്രചരണം നേരത്തെ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെതായ ശ്രമവും എൽ ഡി എഫിൻ്റെതായ ശ്രമവും നടത്തേണ്ട സമയമായോ? അല്ല, അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഏതാണ്ടൊക്കെ വ്യക്തമായ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ പ്രധാനമാണെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പിന്നെ കോൺഗ്രസിൻ്റെതായ ഒരു പ്രാഥമികമായ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അതുപോലെ തന്നെ എൽ ഡി എഫും തുടങ്ങിയിട്ടുണ്ട്. കാരണം VS സുനിൽകുമാറാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അവരും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രാധാന്യം വരാൻ കാരണം പ്രധാനമന്ത്രി 2 തവണ അടുപ്പിച്ചടുപ്പിച്ച് വന്നതുകൊണ്ടാണ്. പക്ഷേ നോക്കൂ നികേഷ്, നമ്മുടെ കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും ചടങ്ങിൽ വന്നു, അല്ലെങ്കിൽ ശ്രീരാമനെ കുറിച്ചുള്ള അവദാനങ്ങൾ വാഴ്ത്തി തൃപ്രയാറിൽ പോയി തൊഴുതു, ഇതൊക്കെ കൊണ്ട് വോട്ട് മാറുമെന്നൊക്കെ ചിന്തിക്കുന്ന എന്തൊരു പമ്പര വിഡ്ഢിത്തമാണ്. ശ്രീരാമനെ 2014 ശേഷം അല്ലല്ലോ നാട്ടിലെ ഭക്തന്മാർ കണ്ടു തുടങ്ങിയത്. തൃപ്രയാർ അമ്പലത്തെക്കുറിച്ച് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ അറിയാം. തൃപ്രയാർ ഏകാദശി എന്നൊരു ചടങ്ങുണ്ട്. ആ ആയിരിക്കാം. പക്ഷേ ശ്രീകുമാർ, നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രിയം രാഹുൽ ഗാന്ധി ആയിരുന്നു. എല്ലാ സർവേകളും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു. നരേന്ദ്രമോദി തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ അത് തന്നെയാണോ സ്ഥിതി 2024? അല്ല, 2024 കേരളത്തിലെ സ്ഥിതി വലിയൊരു മാറ്റം വരും. എന്താണെന്ന് വെച്ചാൽ 2019 LDF വിരുദ്ധ വികാരം ഇവിടെയുണ്ട്, പ്രത്യേകിച്ച് ഈ 2ാം പിണറായി ഭരണകാലത്തുള്ളത്. അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ജനങ്ങളുടെ രാഷ്ട്രീയബോധം എന്ന് പറയുന്നത് പാർട്ടികളെ നോക്കിയിട്ടാണ്. പിന്നെ അവരുടെ ചില നയങ്ങളും പരിപാടികളൊന്നും ആരും നോക്കില്ല. പിന്നെ തൊഴിലിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നികേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF പുണരാനായിട്ട് വോട്ടർമാർ തയ്യാറാകുമോ? ഇത്രയും ദുരിതക്കയത്ത് നിൽക്കുന്നവർ, അതാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ.
അവിടെ നരേന്ദ്രമോദി എന്നോ പിണറായി വിജയൻ എന്നുള്ള വ്യത്യാസം ഇല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ആര് വരുന്നു എന്നുള്ളതിനേക്കാൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കേരളത്തിൽ LDF ആണ് അവിടെ ഭരിക്കുന്നത്. അവരെ എതിർക്കുന്നതിൽ മുഖ്യമായ ശക്തി UDF ആണ്. അപ്പൊ UDF-നെ ജയിപ്പിക്കുക. അവിടെ പിന്നെ മറ്റുള്ള രീതിയിലേക്കൊക്കെ ശ്രീരാമന്റെ അതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വോട്ട് ചിതറിപ്പിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ സവർണ ഹിന്ദു സമുദായത്തിനിടയിൽ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് BJP-ക്ക് വോട്ട് വാങ്ങിക്കാമെന്നൊരു മനസ്സവർക്കുണ്ട്. പക്ഷെ അത് 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, അത് പരാജയപ്പെട്ടു പോയി. You are watching Reporter Evening Show.